എല്ലാവർക്കും വർഷം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കിന് ഒരു ബോഡി ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ പോവാണ്. സാധാരണ നമുക്ക് വരുന്നത് പ്രൊജക്ടർ ടൈപ്പ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടൈപ്പ് ഇൻഡിക്കേറ്ററുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ബോഡി ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിലേക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഡയറക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു ബോഡി ഇൻഡിക്കേറ്റർ നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റൊക്കെയാണ് നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ കയറിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്. അതുകൂടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വിളിച്ചിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറക്കാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലൊരു സിമ്പിൾ പാക്കിങ്ങിലാണ് ഈ ഒരു ബോഡി ഇൻഡിക്കേറ്റർ വരുന്നത്. ഇതിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ട് അതിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചൈനീസ് ബ്രാൻഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിവശത്തൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്നു നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്മോക്കി എഫക്റ്റ് ഉള്ളതും അതുപോലെ തന്നെ പ്യുവറായിട്ടുള്ളതും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് സ്മോക്കി എഫക്റ്റ് ആണ്. അതാണ് അതിൻ്റെ ആ ഒരു ഗ്ലാസ്സൊക്കെ കുറച്ചൊരു സ്മോക്ക് ഒക്കെ ഉള്ള ആ ഒരു സ്റ്റൈലിരിക്കുന്നത്. അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് ഉണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ രണ്ട് മോഡലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഇടാം. നിങ്ങൾക്ക് ജസ്റ്റ് അതിനകത്ത് കയറി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. രണ്ട് മോഡലിന് ഇട്ടേക്കാം. പിന്നെ അതിനകത്ത് ഏകദേശം ഒരു 9 LEDs വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ അതിൻ്റെ റബ്ബറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള റബ്ബറാണ്. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ടൈപ്പായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്. ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ഭാഗമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ രണ്ട് മോഡലിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ട് നോക്കണം, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വാട്ടർ സീൽഡാന്ന് തോന്നുന്നു. വെള്ളം പെട്ടെന്നായിട്ട് ചേർത്തൊന്നുമില്ല. നമുക്ക് വീഡിയോയിൽ അതും കൂടെ നോക്കാം. നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെള്ളം കയറുന്നുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഈ രണ്ട് ഇൻഡിക്കേറ്ററുകൾ നമ്മൾ അഴിച്ചെടുക്കണം. ഇത് അഴിച്ച് മാറ്റിയിട്ട് ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റാം. നമ്മളിത് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കണക്ഷൻ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലിപ്പ് ഒന്ന് അഴിച്ചെടുത്ത് വലിച്ചു പോരാം. ഇത്തിരി ടൈറ്റായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലിപ്പുണ്ട്. അപ്പോൾ ഇത് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഇനി ഇത് ജസ്റ്റ് വലിച്ചാൽ മതി. നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഈ അപ്പുറ സൈഡിൽ നമുക്കൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് ഇൻഡിക്കേറ്റർ നമ്മൾ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിപ്പാണ് അതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു കൊളുത്ത് പോലുള്ള ആ ഒരു ഭാഗത്ത് വെച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ അഴിച്ചെടുക്കാൻ പറ്റും. മിക്കവാറും എല്ലാ വണ്ടികളും ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിക്സ് ചെയ്യുന്ന ഭാഗം വളരെ ചെറുതാണ്. ചെറിയൊരു നെറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഊരിപ്പോരും. അപ്പോൾ ഇവിടെ ഒരു ഫൈബറിൻ്റെ ഒരു പീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട്. ഫൈബറിൻ്റെ കാർഡാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഭാഗം കയറുന്ന രീതിയിലാണ് നമ്മൾ ആ ഹോൾസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ആ ഒരു വയറും കാര്യങ്ങളൊക്കെ ഒന്ന് ലൂസാക്കി എടുക്കാം. അതുപോലെ നമ്മൾ ആ സ്ക്രൂ ഒന്ന് അഴിച്ചിട്ട് എങ്ങനെ ഇടേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫൈബറിൻ്റെ ആ ഒരു കാർഡ് നമ്മൾ ആദ്യം ഇടണം. അതിന് ശേഷം വേണം നമ്മൾ വാഷറിനിട്ട് ടൈറ്റ് ആക്കാനായിട്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് ഊരിപ്പോരാതിരിക്കാൻ ഒരു ഫിക്സ് ചെയ്യാനായിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്ത് വാട്ടറോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കും ഇതിന് വരായിട്ട്. അപ്പോൾ നമ്മളത് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വയർ നമ്മൾ ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇതിൻ്റെ വാഷർ നല്ല ഫ്ലെക്സിബിളാണ്. എന്നാലും നല്ല ടൈറ്റായിട്ടും നല്ലൊരു ക്വാളിറ്റി നമുക്ക് പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളതൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ആ ഒരു മുകളിലുള്ള സ്റ്റിക്കറിൻ്റെ ആ ഒരു ലെവലിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് എനിക്ക് വേറെ ഒരു ആംഗിളിൽ വെച്ചിട്ട് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിത് തിരിച്ചോ മറിച്ചോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹോള് നമ്മൾ ഇൻഡിക്കേറ്റർ ആദ്യം ഫിറ്റ് ചെയ്തിരുന്ന നമ്മുടെ കമ്പനി ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്ത ഹോൾ അവിടെ വരുന്നുണ്ട്. അതെങ്ങനെ വെച്ചിട്ടും അത് മറിഞ്ഞു വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ വെക്കുന്നത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതി തന്നെ ആയിരിക്കും അത് മാക്സിമം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫിനിഷിംഗ് കൂടെ ഫിക്സ് ചെയ്യാൻ ഈ ഒരു രീതിയെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്കറിന് പാരലായിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ആ ഒരു ഷീറ്റ് നമ്മൾ ബേക്കിൽ ആദ്യം ഒന്ന് ജസ്റ്റ് കയറ്റി കൊടുക്കുകയാണ്. അത് ആദ്യം ഇട്ടതിന് ശേഷം വേണം വാഷറും നട്ടും ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഇട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലെയർ ഉപയോഗിച്ച് വേണമെങ്കിൽ ടൈറ്റ് ആക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഫിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇളക്കമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. റബ്ബറിൻ്റെ വാഷർ ഉള്ളതുകൊണ്ട് നല്ല ഫിറ്റിങ്ങിനായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അകത്തുനിന്നുള്ളൊരു വ്യൂ ആണ്, ആ ഒരു ഷീറ്റ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ടൈറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്ലെയർ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, ലൂസാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ചെയ്യാമ്പോൾ നമ്മൾ ആ കണക്ഷൻസ്, നമ്മൾ ആ ഇൻഡിക്കേറ്ററിൻ്റെ വണ്ടിയിൽ നിന്ന് വരുന്ന കണക്ഷനും നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇച്ചിരി ചെറിയൊരു ക്ലിപ്പാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്, വലുതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്ലെയർ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ ക്ലിപ്പൊന്ന് കയറ്റിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വേറെ ഇൻസുലേഷൻ ടൈപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ക്ലിപ്പൊന്ന് പ്രസ് ചെയ്താൽ മതി കയറ്റി വെച്ചിട്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കണക്ഷൻസ് ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ പ്ലസും മൈനസും നോക്കി കൊടുക്കണം. കറുത്ത വയർ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഫോർ ഇൻഡിക്കേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്, വണ്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ. ഇത് ഏകദേശം 16 പാറ്റേൺസ് വരുന്ന ആ ഒരു ഫോർ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ഞാൻ ചെയ്തത് ആക്സസിൽ പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ ഇവിടെ കാർഡിൽ വിട്ടേക്കാൻ മുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് ബൈക്കിൽ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഞാൻ ബൈക്കിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ വേണമെങ്കിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല വിസിബിലിറ്റി ഉണ്ട് ഈ ഒരു ബൾബിന്. അത്യാവശ്യം പകൽ സമയത്ത് തന്നെ നല്ലൊരു വെളിച്ചം അതിനകത്ത് വരുന്നുണ്ട്. ഏകദേശം നല്ല രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം, നല്ല വിസിബിലിറ്റി ഉണ്ട്. ദൂരെ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വാട്ടർ ടെസ്റ്റ് ഒന്ന് നോക്കാം, എത്രത്തോളം വാട്ടർ പ്രൂഫാണെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് മോട്ടറിൽ നിന്ന് വെള്ളമൊന്നും അടിച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണ്. നല്ല ഫോഴ്സിലാണ് ഞാൻ വെള്ളം ഇതിനകത്തേക്ക് ഒന്ന് ആക്കുന്നത്. പക്ഷേ വെള്ളം കയറുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് മറ്റേ സൈഡിൽ കൂടെ ജസ്റ്റ് നോക്കാം. അത്യാവശ്യം വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം അതിനകത്ത് ഞാൻ നല്ല പ്രഷറിലാണ് വെള്ളം ഒഴിച്ചത്. എന്നാലും അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം പോലും കിടന്നിട്ടില്ല. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റബ്ബർ വാഷർ തന്നെയാണ്, നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെ നന്നായിട്ട് സീൽ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആണ് മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒട്ടും വെള്ളം ഉള്ളിൽ കയറുന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു നൈറ്റിലെ വ്യൂ ആണ്, നല്ല അടിപൊളി ലൈറ്റാണ്, നല്ല വിസിബിലിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇത് വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ വിസിബിലിറ്റി ഉണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. അത് ക്യാമറ അത്രത്തോളം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഫോർ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു മൊഡ്യൂൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആക്സസിൽ ഈ ഫോർ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂട്ടിയിലൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കാർഡിൽ വിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ ബൈക്കിൽ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ബൈക്കിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മറക്കാതെ ഈ ഒരു ലിങ്ക് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രോഡക്റ്റ്സ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ വയറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുമ്പം നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്ക് വഴി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഒരു മോട്ടിവേഷനൊക്കെ ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനലുകായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം.